മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗായകനാണ് റാപ്പർ വേടൻ. വേടനെതിരെ ഇപ്പോൾ ഒരു പരാതിയുമായി BJP പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുകയാണ്. വേടന്റെ ഒരു ഗാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മോശമായി പരാമർശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിക്കെതിരെ മോശമായി പറയുന്നത് എന്താണെന്നുള്ളത് ഗാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം. സിനിമയും ഗാനവും പ്രസംഗവും ബുക്കുകളും എല്ലാം ഒരു പരിധിവരെ നമുക്ക് പ്രതികരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മീഡിയയായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗായകനെതിരെ ഇത്തരത്തിലുള്ള ഒരു കേസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പ്രധാനമന്ത്രി നല്ലത് ചെയ്താലും മോശം ചെയ്താലും അതിന് എതിരെ നിൽക്കുന്ന കുറച്ചധികം ആളുകളുണ്ട്. അത് ആര് പ്രധാനമന്ത്രി ആയാലും അങ്ങനെ തന്നെ. കാരണം രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള വിമർശനം നല്ലതാണ്. വിമർശനത്തിലൂടെയാണ് അവർ നന്നാകുന്നത്. മാത്രമല്ല, വിമർശനത്തിലൂടെ അവർ ഏത് രീതിയിലുള്ള കാര്യമാണ് മുമ്പോട്ട് കൊണ്ടുവന്നതെന്നുള്ളതും പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ അത് ഒരു പരിധിവരെ നന്നാക്കും. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ഇല്ലെങ്കിൽ അദ്ദേഹം എന്താണോ ചെയ്തിട്ടുള്ളത് ആ പ്രവൃത്തി മോശമാണെങ്കിൽ അതിനെ തുറന്നു കാട്ടിയ ഗായകനെതിരെ എന്തിനു വേണ്ടിയാണ് പരാതി കൊടുത്തത്? ഇതെല്ലാം വ്യക്തമായി തന്നെ മനസ്സിലാക്കണം. റാപ്പർ വേടൻ ചെയ്ത തെറ്റെന്താണെന്ന് ഇപ്പോഴും ചൂണ്ടിക്കാണിക്കേണ്ടത് പരാതിക്കാരുടെ ഉത്തരവാദിത്തമാണ്. കഞ്ചാവ് കേസിന് കുറച്ചു നാളുകൾക്ക് മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്ത റാപ്പർ വേടൻ പരസ്യമായി അതിന് മാപ്പ് പറയുകയും എന്നെ കണ്ടാരും പഠിക്കരുതെന്നുള്ള മെസ്സേജ് കുട്ടികൾക്കടക്കം നൽകുകയും ചെയ്തിട്ടുണ്ട്. പരസ്യമായി മാപ്പ് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുമെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തെറ്റാണെന്ന് കണ്ട കാര്യത്തെ മാപ്പ് പറഞ്ഞ് അത് തിരുത്താനുള്ള മനസ്സ് കാട്ടിയ ഈ ഗായകനെതിരെ ഇപ്പോൾ എന്തിനാണ് ഒരു മോശം പ്രവണതയിൽ ഈ ഒരു പരാതി നൽകിയിട്ടുള്ളത് എന്നുള്ളതും മനസ്സിലാക്കുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. മലയാളികളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഇപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ് റാപ്പർ വേടൻ. പാട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് മലയാളം റാപ്പർ വേടനെതിരെ NAIക്കും ആഭ്യന്തര വകുപ്പിനും പരാതി ലഭിച്ചിരിക്കുകയാണ്. പാലക്കാട് നഗരസഭ കൗൺസിലർ മിനി കൃഷ്ണകുമാറാണ് പരാതി നൽകിയിരിക്കുന്നത്. 4 വർഷം മുമ്പ് പുറത്തിറങ്ങിയ വേടന്റെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന പാട്ടിൽ മോദിയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളുണ്ടെന്നാണ് ആരോപിച്ചിരിക്കുന്നത്. പൊതുവ്യക്തികളെ അല്ലെങ്കിൽ പൊതുവ്യക്തിത്വങ്ങളെ അധിക്ഷേപിക്കൽ, വിദ്വേഷം വളർത്തൽ, ജാതി വിവേചനം പ്രോത്സാഹിപ്പിക്കുന്ന ജാതി അധിഷ്ഠിത അപകീർത്തിപ്പെടുത്തൽ, അക്രമവും വിദ്വേഷവും വളർത്തുന്നതിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗം തുടങ്ങിയവ ആരോപിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിനും ഇന്നത്തെ സർക്കാരിന്റെ വിശ്വസ്തതയ്ക്കും പറ്റിയ കാര്യമല്ല വേടന്റെ വരികളിൽ ഉള്ളതെന്നും മിനി കൃഷ്ണകുമാർ പറയുന്നുണ്ട്. ഇപ്പോഴാണ് താൻ ഇത് കാണുന്നതെന്നും അന്ന് കണ്ടിരുന്നുവെങ്കിൽ അന്ന് കേസ് കൊടുക്കുമായിരുന്നുവെന്നും അവർ പറയുന്നുണ്ട്. പ്രധാനമന്ത്രി കപട ദേശീയവാദിയാണെന്നും വളർത്തിയെടുത്തവനാണെന്നും അതുപോലെ തന്നെ ഊരു ചുറ്റി നടക്കുന്നവനാണെന്നുമാണ് ഗാനത്തിൽ പറയുന്നത്. ഇത് എവിടുത്തെ ന്യായമാണ്? അത് ശരിയല്ല. വേടന് എത്ര തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അയാൾ ഒരു ഇന്ത്യൻ പൗരനാണ്. ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ തന്നെ നിൽക്കുകയും വേണം. മറ്റു രാജ്യങ്ങളിലായിരുന്നുവെങ്കിൽ അയാൾ ഇന്ന് എവിടെയായിരിക്കും? ഇന്ന് അടിമത്ത വ്യവസ്ഥയില്ലെന്നും എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നതെന്നും അവർ ചോദിക്കുന്നുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം കാലഘട്ടത്തിന് അനുസൃതമാകണം. അത് നിലവിലുള്ള സമാജത്തിന്റെ കെട്ടുറപ്പ് ദോഷകരമാകരുതെന്നും മിനി കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതിന് പിറകിലുള്ള ചേതോവികാരം എന്ത് തന്നെയായാലും അത് പുറത്തു കൊണ്ടുവരുവാനാണ് NAIക്ക് പരാതി നൽകിയിരിക്കുന്നതെന്നും ഇത്തരം കാര്യങ്ങൾ ധൈര്യത്തിൽ പറയുന്ന വേടന്റെ പശ്ചാത്തലം അറിഞ്ഞിരിക്കേണ്ടതാണെന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വേടന് വളരെയധികം ഫാൻ ബേസ് ഉണ്ട്. കേരളത്തിൽ ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ഗായകൻ കൂടിയായിരുന്നു വേടൻ. വേടന്റെ പാട്ടിലുള്ള രാഷ്ട്രീയവും അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയവും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വേടന്റെ മിക്ക പാട്ടുകളും യുവാക്കൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഹരം കൊള്ളിപ്പിച്ചിരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ വേടന്റെ ഈ ഒരു കാര്യത്തിൽ ഏത് തരത്തിലുള്ള നടപടിയാണ് ഇനി സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളതും കണ്ടു തന്നെ അറിയണം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ലഹരി ഉപയോഗത്തിന്റെ പേരിൽ വളരെയധികം മോശം പ്രവണത ലഭിക്കുകയും പോലീസിന്റെ കസ്റ്റഡിയിലാവുകയും ചെയ്ത വേടനെതിരെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ തന്നെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നു. ജാമ്യത്തിലിറങ്ങിയ വേടന്റെ പരിപാടി തന്നെ സംസ്ഥാന സർക്കാരിന്റെ നവകേരളം പദ്ധതിയുടെ
ഭാഗമായി നടന്ന പരിപാടിയിൽ ഇടുക്കിയിൽ നടന്ന പ്രോഗ്രാമിലായിരുന്നു വേടൻ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ആദ്യം പാടിയത്. അതുകൊണ്ട് തന്നെ സർക്കാരും കലാകാരന്മാരെ വളർത്തിയെടുക്കാൻ സഹായിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും കേരള സർക്കാർ. കേരള സർക്കാരിന്റെ പരിപാടിയിൽ മന്ത്രിമാരടക്കം വേടന് ആശംസകളുമായി രംഗത്ത് വന്നിരുന്നു. ഒരു തെറ്റ് ചെയ്യുകയും അതിന് മാപ്പ് പറയുകയും ആരും അത് കണ്ട് ഇൻഫ്ലുവൻസ് ആകരുതെന്നും വേടൻ തന്നെ ആ വേദിയിൽ പറയുന്നതും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വേടൻ ചെയ്ത തെറ്റിന് അദ്ദേഹം പരസ്യമായി മാപ്പ് പറയുകയും ഏത് തരത്തിലുള്ള ശിക്ഷയാണെങ്കിലും സ്വീകരിക്കുമെന്ന് അറിയിച്ചു. എന്നാൽ രാഷ്ട്രീയം എന്നത് ഓരോരുത്തരുടെയും വ്യക്തിബോധമായ കാര്യമാണ്. പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെ വിമർശിക്കുന്നത് തെറ്റൊന്നുമല്ല. അത് ഏത് രീതിയിലുള്ള തെറ്റാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം രാഷ്ട്രീയപരമായി വിമർശിക്കപ്പെടേണ്ട വ്യക്തികൾ തന്നെയാണ് രാഷ്ട്രീയക്കാർ. ഇരു പാർട്ടികളിലുള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ പാർട്ടി ഇല്ലാത്ത ആളുകളാണെങ്കിലും വിമർശനങ്ങൾ രാഷ്ട്രീയക്കാർക്ക് പതിവാണ്. അത് ഗാനത്തിലൂടെയും സിനിമയിലൂടെയും പ്രസംഗത്തിലൂടെയും നാടകത്തിലൂടെയും വിമർശിച്ചിട്ടുണ്ട്. ബുക്കുകളിലൂടെ വരെ വിമർശിപ്പിക്കപ്പെടുന്ന കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗായകന്മാർക്കെതിരെ ഇല്ലെങ്കിൽ കലാകാരന്മാർക്കെതിരെ ഇത്തരത്തിലുള്ള മോശമായ വിമർശനങ്ങൾ നടത്തുന്നത് വേദനാജനകമായ കാര്യം തന്നെയാണ്. കല എന്നുള്ളത് തീർച്ചയായും ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഭാഗം കൂടിയാണ്. കാരണം പ്രതികരിക്കുന്നതിന്റെ ഒരു മീഡിയയായിട്ട് ഒരു പരിധിവരെ കലകൾക്ക് മാറാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റാപ്പർ വേടനെതിരെ ഇത്തരത്തിലുള്ള ഒരു കേസ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് ന്യായമായ കാര്യം.